ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തിനു ഇറങ്ങിയിരിക്കണം? എന്റെ അച്ഛന്റെ കുത്തുകളത്തോടെ കത്തിച്ചു വെച്ചിരിക്കണം. വെള്ളം തുറന്നോളാം, നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം. പൂട്ടാ വൈപ്പ്. പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണോ? പാലാപള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണോ? ദാവോ ദാവാനോ, ഓഹോ ദാവോ ദാവാനോ, ദാവോ ദാവാനോ, ഓഹോ ദാവോ ദാവാനോ. പാലാപള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. എക്സ്പ്രഷൻസ് കണ്ടോളെ. ചുമരുമൊരു ഹാള്. അയ്യോ സോറി, മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാന്ന് വിചാരിച്ചു. നൈസ് ടു മീറ്റ് യു. ഹലോ സ്റ്റാച്ചു. മനുഷ്യനാണോ? ഇതെന്ത് ജെട്ടിയൊക്കെ ഇട്ടിട്ട്? ഇയാളാണോ ജെറ്റിലി? ജനിച്ചപ്പോ തന്നെ തൊട്ടിലിന്ന് ഇറങ്ങി വന്നോ? നിന്നോടാടാ നീസില്ലാത്ത കൊച്ചർക്ക, നിന്നോടാരെ സംസാരിക്കണത് മനസ്സിലായോ? പന്നി, ഞാൻ പറഞ്ഞ കേക്കണ്ടേ നീ? ഒറ്റക്കൊറ്റക്ക് മുട്ടാ വാടാ. നീ ഒച്ച കേട്ടാ ഒന്നും സംസാരിക്കില്ലേ? എന്നെ സംസാരിപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ. അടിപൊളിയാ. ടയറും വെച്ചോട്ടേക്ക് നിൽക്കണത്. ക്ലീറ്റസേ, നിനക്കൊരവസരം തരാം. നീ ഒരു പാട്ട് പാടടാ. ഞാൻ നാളെ ഒരു പാട്ടൊക്കെ പാടിയില്ലേ? നീ ഒരു പാട്ട് പാട്. പെരുവെള്ളം പെരുവെള്ളം പെരി പെരി പെരുവെള്ളം, ക്രിമിയടി 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 ക്രിമിയടി, മാനസമൈനേ വരൂ. എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്. ഫിക്സ്. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആള്. ആ ബാക്കിലിരിക്കുന്ന ആളെ ഞാൻ എവിടെയോ കണ്ട പോലെയുണ്ട്. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. My favorite cousin enters to a boring family function. ആവേശം പൊങ്ങുന്നേ ആകാശ എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി.
അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ട എന്ന് കരുതിയിട്ടാണ്. ആർക്ക് എന്നോട് പറയാറുണ്ടല്ലോ, ചേച്ചി എന്തെങ്കിലും പറഞ്ഞതാ, എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറയുന്നു പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാട്ടോ. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാടമാണ് കണ്ടിട്ട്. അപ്പൊ ഒരു വൈകുന്നേരമാണ് വന്നൊരു 7 മണി സവാറായി. അങ്ങനെ നിന്നപ്പോൾ എന്റെ ചെരുപ്പുണ്ടല്ലോ ഈ വെള്ളത്തിനകത്തോട്ട് പോയി. അപ്പൊ വൈകുന്നേരം ആയ കാരണം എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാല് പിറ്റേ ദിവസം നേരം ഞാനിവിടെയുള്ള ജോലി ചെയ്യണേ. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ചെരുപ്പ് എടുക്കാൻ മതി. പക്ഷേ ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട, വെള്ളം ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് അങ്ങോട്ട് തിരിഞ്ഞു പോവും വെള്ളം. അങ്ങനെ ചെരുപ്പാണെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴുകി പോയി. ഞാൻ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ ചെരുപ്പൊന്നും കാണാനില്ല, ചെരുപ്പ് ഒഴുകി പോയി. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് ഇപ്പൊ വെള്ളത്തിന്റെ മുകളിൽ ചെരുപ്പ് പോവുകയാണെങ്കിൽ ഒഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴുകി പോവൂട്ടോ. ഹലോ, അതെ ഇതെന്ത് ഓക്കെ. സത്യല്ലേ, ചില സ്റ്റാറ്റസ് തോന്നും. അത് ഐഡിയെങ്കിലും മെൻഷൻ ചെയ്തൂടെ? ഒന്നില്ലെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ അല്ലേ? കള്ളത്തരാണ്, കള്ളക്കളിയാ. റബ്ബർ വെക്കാൻ മേലായിരുന്നു. ഇവിടെ റബ്ബർ പിടിക്കുകയില്ല, അതുകൊണ്ടാ. നോക്ക്, ഇതാണല്ലേ ചൈന ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്. ഗേറ്റിലാണ് മതിലൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കും. പറഞ്ഞ മാതിരി മതിലില്ല. കേട്ടോ, ജട്ടി എടുത്തായിരുന്ന ജട്ടി എടുത്തായിരുന്ന ഞാൻ സജീഷല്ല. ഈ 25 രൂപ വിലയുള്ള ജട്ടിക്ക് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വേണം ഒരെണ്ണം തരാം. പുള്ളിക്ക് ഇടാനാണ്, പോച്ച് കിടക്കാനല്ല. They say pray to God, he will solve all your problems. എനിക്കൊരു പെണ്ണു വേണം, എനിക്കൊരു പെണ്ണു വേണം കൃഷ്ണ, എനിക്കൊരു പെണ്ണു വേണം, എനിക്കൊരു പെണ്ണു വേണം. ഉറക്കവാടിയിലെങ്കിലും മിക്കവാറും ഒരു 90% ബോയ്സും അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ തന്നെയാ. 90% ഞാനും പെടും കേട്ടോ.